അടുത്ത നമ്മുടെ ടോപ്പിക് എന്ന് പറയുന്നത് അണ്ടർസ്റ്റാൻഡിങ് ദ ലാംഗ്വേജ് ബാക്ക്ഗ്രൗണ്ട് ഓഫ് സ്റ്റുഡൻസ്. ഹോം ലാംഗ്വേജ് വേഴ്സസ് സ്കൂൾ ലാംഗ്വേജ്. അപ്പോൾ നമുക്ക് ആദ്യം ഹോം ലാംഗ്വേജ് എന്താണ്, സ്കൂൾ ലാംഗ്വേജ് എന്താണെന്ന് നോക്കാം. അപ്പോൾ ഹോം ലാംഗ്വേജ്, സ്കൂൾ ലാംഗ്വേജ് അതൊക്കെ കേൾക്കുമ്പോൾ തന്നെ നമുക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടും എന്താണ് ഹോം ലാംഗ്വേജ്, എന്താണ് സ്കൂൾ ലാംഗ്വേജ് എന്നുള്ളത്. ഫസ്റ്റ് വൺ ഹോം ലാംഗ്വേജ് ആണ്. ഹോം ലാംഗ്വേജ് ഈസ് ദ ലാംഗ്വേജ് വി യൂസ് അറ്റ് ഹോം ആൻഡ് ഔട്ട്സൈഡ് സ്കൂൾ ടു കമ്മ്യൂണിക്കേറ്റ് വിത്ത് ഫാമിലി, ഫ്രണ്ട്സ് ആൻഡ് റിലേറ്റീവ്സ്. അതായത് പ്രത്യേകിച്ചൊരു ഫോർമാലിറ്റീസ് ഒന്നും ഇല്ലാതെ നമ്മൾ നമ്മളുടെ ഫ്രണ്ട്സിൻ്റെ അടുത്തും ഫാമിലിയുടെ അടുത്തും റിലേറ്റീവ്സിൻ്റെ അടുത്തുമൊക്കെ സംസാരിക്കും. അപ്പോൾ അത്തരം ലാംഗ്വേജാണ് ഹോം ലാംഗ്വേജ്. മെയിൻലി മദർ ടങ്ങാണ് നമ്മളുടെ ഹോം ലാംഗ്വേജ് എന്ന് പറയുന്നത്, അല്ലേ? നമ്മൾ ഏറ്റവും കൂടുതൽ നമ്മളുടെ വീട്ടിൽ അല്ലെങ്കിൽ ഹോമിൽ യൂസ് ചെയ്യുന്നത് നമ്മുടെ മദർ ടങ്ങാണ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് നമ്മുടെ മദർ ടങ്ങിനെ നമ്മുടെ ഹോം ലാംഗ്വേജ് എന്ന് പറയാം, അല്ലെങ്കിൽ ഹോം ലാംഗ്വേജ് എന്ന് പറയുന്നത് നമ്മുടെ മദർ ടങ്ങാണ്. പിന്നെ വരുന്നത് എന്താണ്, സ്കൂൾ ലാംഗ്വേജ്. അപ്പോൾ ഹോം ലാംഗ്വേജ് നമ്മൾ ഹോമിൽ യൂസ് ചെയ്യുന്ന ലാംഗ്വേജ് ആണെങ്കിൽ തീർച്ചയായിട്ടും സ്കൂൾ ലാംഗ്വേജ് എന്ന് പറയുമ്പോൾ നമ്മുടെ സ്കൂളിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ലാംഗ്വേജ്. അതായത് ഓരോ സ്കൂളിനും ഓരോ മീഡിയം ഓഫ് കമ്മ്യൂണിക്കേഷൻ ഉണ്ടാവും. അതായത് ഇംഗ്ലീഷ് മീഡിയം ആകാം, മലയാളം മീഡിയം അല്ലേ. അപ്പോൾ ആ മീഡിയം യൂസ് ചെയ്തിട്ടുള്ള കമ്മ്യൂണിക്കേഷനാണ്. അതുമാത്രമല്ല അതൊരു ഫോർമൽ കമ്മ്യൂണിക്കേഷൻ ആയിരിക്കും, അല്ലേ? സ്കൂളിൽ നമ്മൾ ടീച്ചറും സ്റ്റുഡൻസും തമ്മിൽ സംസാരിക്കുന്നത്, സ്റ്റുഡൻറ്റ് ടീച്ചറിനോട് സംസാരിക്കുന്നത്, സ്റ്റുഡൻസ് തമ്മിൽ സംസാരിക്കുന്നത് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ചുകൂടെ ഒരു ഫോർമൽ കമ്മ്യൂണിക്കേഷനാണ് അവിടെ വരുന്നത്. അപ്പോൾ ഈ ഒരു കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞാൽ കമ്പൽസറിയാണ്. നമ്മുടെ സ്കൂളിലെ മീഡിയം ഏതാണ് ആ ഒരു മീഡിയം തന്നെ യൂസ് ചെയ്യണം. ആ ഒരു ഫോർമൽ പാറ്റേൺ തന്നെ യൂസ് ചെയ്ത് പോകണം, ഫോളോ ചെയ്ത് പോകണം എന്നൊക്കെ ഉള്ളത് കമ്പൽസറിയാണ്, അല്ലേ? അപ്പോൾ ഈ ഒരു ലാംഗ്വേജ് എന്ന് പറയുന്നത്, ഈ ഒരു സ്കൂൾ ലാംഗ്വേജ് എന്ന് പറയുന്നത് നമ്മൾ മെയിൻലി സ്കൂളിലാണ് യൂസ് ചെയ്യുന്നത്. അത് സ്കൂളിന് പുറത്ത് ഫാമിലിയിൽ അല്ലെങ്കിൽ വീട്ടിലൊക്കെ യൂസ് ചെയ്യണമെന്ന് കമ്പൽസറി ഒന്നും അല്ല. പിന്നെ ഈ ഒരു സ്കൂൾ ലാംഗ്വേജ് എന്ന് പറയുന്നത് നമ്മളുടെ ഫ്യൂച്ചർ പർപ്പസിനൊക്കെ ഹെൽപ്ഫുൾ ആയിട്ടുള്ളതാണ്. അതായത് നമ്മളിപ്പോൾ ഫ്യൂച്ചറിൽ ഒരു ഇൻ്റർവ്യൂ, മീറ്റിംഗ് ഒക്കെ അറ്റൻഡ് ചെയ്യുമ്പോൾ നമുക്ക് ഈ ഒരു ഫോർമൽ ലാംഗ്വേജാണ് നമ്മൾ യൂസ് ചെയ്യേണ്ടത്. അപ്പോൾ അത് നമ്മുടെ ഫ്യൂച്ചർ പർപ്പസിനും കൂടെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒന്നാണ് സ്കൂൾ ലാംഗ്വേജ്. പിന്നെ സ്കൂൾ ലാംഗ്വേജ് എന്ന് പറയുന്നത് ഒരു ലേണറിൻ്റെ പ്രൊഫിഷ്യൻസി ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു കാര്യം കൂടി ആണ്. ഇനി എന്തായിരിക്കും ഒരു ഹോം ലാംഗ്വേജ് ഇൻ്റർഫിയറൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, നമുക്കറിയാം നമ്മുടെ സ്കൂളിൽ നമ്മൾ ആദ്യമേ പറഞ്ഞു കമ്പൽസറി ആയിട്ടുള്ള ഒരു മീഡിയം ഓഫ് ഇൻസ്ട്രക്ഷൻ ഉണ്ട്. ആ ഒരു ലാംഗ്വേജിൽ തന്നെയാണ് നമ്മൾ കമ്പൽസറി ആയിട്ടും നമ്മൾ സ്കൂളിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ടത്, അല്ലെ? ഒരു ഫോർമൽ മെത്തേഡിലാണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ ഈ ഒരു ഫോർമൽ കമ്മ്യൂണിക്കേഷനിടയിൽ ചിലപ്പോഴെങ്കിലും നമ്മളുടെ മദർ ടങ് അല്ലെങ്കിൽ നമ്മുടെ ഹോം ലാംഗ്വേജ്, ആ ഒരു ഇൻഫോർമൽ സ്പീച്ചൊക്കെ നമുക്ക് നമ്മളുടെ ഈ ഒരു ഫോർമൽ സ്പീച്ചിനിടയിൽ ഇൻഫ്ലുവൻസ് ചെയ്ത് വന്നേക്കാം. അതായത് നമ്മുടെ സ്കൂൾ ലാംഗ്വേജിൽ അല്ലെങ്കിൽ നമ്മൾ സ്കൂൾ ലാംഗ്വേജ് യൂസ് ചെയ്യുമ്പോൾ അതിൽ നമ്മളുടെ മദർ ടങ് ഇൻഫ്ലുവൻസ് കൂടി വന്നേക്കാം. അതായത് നമ്മൾ സംസാരിക്കുന്നതിനിടയ്ക്ക് ചിലപ്പോൾ പെട്ടെന്ന് മദർ ടങ് അല്ലെങ്കിൽ നമ്മുടെ മദർ ടങ്ങിലുള്ള ഒരു വേർഡോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ചിലപ്പോൾ ഒരു സെൻറ്റൻസ് തന്നെ ആയിരിക്കാം നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ അറിയാതെ പറഞ്ഞു പോകും. അതാണ് ഹോം ലാംഗ്വേജ് ഇൻ്റർഫിയറൻസ് എന്ന് വരുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒരു നെഗറ്റീവ് ഇമ്പാക്റ്റ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ ഒരു ഹോം ലാംഗ്വേജ് ഇൻ്റർഫിയറൻസിൻ്റെ നെഗറ്റീവ് ഇമ്പാക്റ്റ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ പ്രൊനൗൺസിയേഷൻ, സ്ട്രക്ചർ, സൗണ്ട്സ് ഒക്കെ പഠിക്കുമ്പോൾ അതിൽ കുറച്ച് ബുദ്ധിമുട്ട് നമുക്ക് ഉണ്ടാക്കും. ചിലപ്പോൾ നമ്മൾ മദർ ടങ്ങിൽ പ്രൊനൗൺസ് ചെയ്യുന്നത് പോലെ ആയിരിക്കില്ല നമ്മൾ മറ്റൊരു ലാംഗ്വേജിൽ. അതായത് നമ്മൾ മിക്കവാറും സ്കൂളുകളിൽ മീഡിയം ഓഫ് ഇൻസ്ട്രക്ഷൻ എന്ന് പറയുന്നത് ഇംഗ്ലീഷ് ആയിരിക്കും. അപ്പോൾ ഈ രണ്ട് ലാംഗ്വേജും തമ്മിൽ ഒരു കൺഫ്യൂഷൻ ഉണ്ടായിരിക്കാം. ചില വേർഡ്സ് ചിലപ്പോൾ നമ്മൾ ആക്ച്വലി നമ്മൾ പഠിച്ചു വെച്ചിരിക്കുന്ന ആ ഒരു കറക്റ്റ് പ്രൊനൗൺസിയേഷൻ ആയിരിക്കില്ല ആ വേർഡിൻ്റെ കറക്റ്റ് പ്രൊനൗൺസിയേഷൻ. പിന്നെ ചില വേർഡ്സ് നമുക്ക് കറക്റ്റ് പ്രൊനൗൺസിയേഷൻ നമുക്ക് പറയാനായിട്ടൊരു ബുദ്ധിമുട്ടുണ്ടാകും, കാരണം നമ്മുടെ മദർ ടങ് അവിടെ ഒരു ഇൻഫ്ലുവൻസ് കൊണ്ടുവരാം. അപ്പോൾ അതൊക്കെയാണ് ഹോം ലാംഗ്വേജ് ഇൻ്റർഫിയറൻസിൽ വരുന്നത്. ഇനി എന്തൊക്കെയായിരിക്കും ഈ ഒരു ഹോം ലാംഗ്വേജിൻ്റെയും സ്കൂൾ ലാംഗ്വേജിൻ്റെയും ഡിഫറൻസസ്? ഫസ്റ്റ് നമുക്ക് ഹോം ലാംഗ്വേജ് തന്നെ എടുത്ത് നോക്കാം. ഹോം ലാംഗ്വേജ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ബെസ്റ്റ് നോൺ ലാംഗ്വേജാണ്, നമുക്ക് ഏറ്റവും നന്നായിട്ട് അറിയാവുന്ന ലാംഗ്വേജാണ് ഹോം ലാംഗ്വേജ് അല്ലെങ്കിൽ നമ്മുടെ മദർ ടങ്.
പിന്നെ ഇറ്റ് ഈസ് ദ ലാംഗ്വേജ് വി യൂസ് മോസ്റ്റ്. അതായത് നമ്മൾ ഏറ്റവും കൂടുതൽ നമ്മുടെ ലൈഫിൽ ഏറ്റവും കൂടുതൽ നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു ലാംഗ്വേജ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നമ്മളുടെ മദർ ടങ് അല്ലെങ്കിൽ ഹോം ലാംഗ്വേജ് ആയിരിക്കും. പിന്നെ ഹോം ലാംഗ്വേജ് എന്ന് പറയുന്നത് ഇൻഫോർമലാണ്. പിന്നെ നമ്മൾ ഹോം ലാംഗ്വേജ് എന്ന് പറയുമ്പോൾ അതൊരു സ്റ്റാൻഡേർഡ് ലാംഗ്വേജും ആകാം, സ്റ്റാൻഡേർഡ് ലാംഗ്വേജ് അല്ലാതെയും ഇരിക്കാം. ഇറ്റ് മേ നോട്ട് ബി ഇൻ സ്റ്റാൻഡേർഡ് ഫോം. അതൊരു സ്റ്റാൻഡേർഡ് ഫോമിലായിരിക്കില്ല. ചിലപ്പോൾ നമ്മൾ സ്റ്റാൻഡേർഡ് ഫോമിൽ സംസാരിക്കും. അതായത് ഈ പറഞ്ഞതുപോലെ നമ്മൾ എഴുത്തുഭാഷ എന്ന് പറയുന്നത് അല്ലെങ്കിൽ റിട്ടൺ ലാംഗ്വേജ് എന്ന് പറയുന്നത് കുറച്ചുകൂടെ ഫോർമലാണ്. സ്പോക്കൺ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ചുകൂടെ ഇൻഫോർമലാണ്. അപ്പോൾ ചില സമയങ്ങളിൽ നമ്മൾ റിട്ടൺ ലാംഗ്വേജിൻ്റെ ആ ഫോമിൽ തന്നെ സംസാരിക്കുക. അപ്പോൾ അതുകൊണ്ട് നമുക്ക് പറയാം ഹോം ലാംഗ്വേജ് എന്ന് പറയുന്നത് സ്റ്റാൻഡേർഡ് ലാംഗ്വേജ് ആണ് ആൻഡ് ഇറ്റ് മേ നോട്ട് ബി ഇൻ സ്റ്റാൻഡേർഡ് ഫോം. അപ്പോൾ ചില സമയങ്ങളിൽ സ്റ്റാൻഡേർഡ് ഫോമിലായിരിക്കും, ചില സമയങ്ങളിൽ സ്റ്റാൻഡേർഡ് ഫോമിലായിരിക്കില്ല. പിന്നെ പറയുകയാണെങ്കിൽ ഈ ഹോം ലാംഗ്വേജിൽ ലിമിറ്റഡ് നമ്പർ ഓഫ് വേർഡ്സും സ്ട്രക്ചേഴ്സുമാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അതുമാത്രമല്ല ഇൻ്റലിജിബിലിറ്റി എന്ന് പറയുന്നത് കുറവായിരിക്കും ഹോം ലാംഗ്വേജിൻ്റെ കാര്യത്തിൽ. പക്ഷേ സ്കൂൾ ലാംഗ്വേജിൻ്റെ കാര്യം എടുക്കുമ്പോൾ സ്കൂൾ ലാംഗ്വേജ് എന്ന് പറയുന്നത് കുറച്ചുകൂടെ ഫോർമലാണ്. നമ്മൾ സ്റ്റാൻഡേർഡ് ലാംഗ്വേജ് ഒരു സ്റ്റാൻഡേർഡ് ഫോമിൽ തന്നെയായിരിക്കും അവിടെ യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ ഇംഗ്ലീഷ് ആണെങ്കിലും മലയാളം ആണെങ്കിലും അതൊരു സ്റ്റാൻഡേർഡ് ഫോമിലായിരിക്കും നമ്മൾ യൂസ് ചെയ്യുക. ഇൻഫോർമലായിട്ടായിരിക്കില്ല നമ്മൾ സംസാരിക്കുന്നത്, വളരെ ഫോർമലായിട്ട് തന്നെയായിരിക്കും ലാംഗ്വേജ് യൂസ് ചെയ്യുന്നത്, അത് ഏത് ലാംഗ്വേജ് ആണെങ്കിലും. പിന്നെ അൺലിമിറ്റഡ് നമ്പർ ഓഫ് വേർഡ്സും സ്ട്രക്ചേഴ്സും നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. കാരണം നമ്മൾ പുതിയ പുതിയ കാര്യങ്ങൾ പഠിക്കുമ്പോൾ അത് പുതിയ നമുക്ക് ഫെമിലിയർ അല്ലാത്ത വേർഡ്സ് വെക്കാബുലറിയൊക്കെ നമ്മൾ പഠിക്കുന്നുണ്ട്. പുതിയ സ്ട്രക്ചേഴ്സ് വായിക്കുന്നതിലൂടെയൊക്കെ നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ അതായത് അൺലിമിറ്റഡ് നമ്പർ ഓഫ് വേർഡ്സും സ്ട്രക്ചേഴ്സും നമ്മൾ സ്കൂൾ ലാംഗ്വേജിൽ യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ ഹോം ലാംഗ്വേജിനെ അപേക്ഷിച്ച് നോക്കുകയാണെങ്കിൽ കൂടുതൽ ഇൻ്റലിജിബിൾ ആയിരിക്കും ഈ സ്കൂൾ ലാംഗ്വേജ് എന്ന് പറയുന്നത്. പിന്നെ പറയുകയാണെങ്കിൽ സ്കൂൾ ലാംഗ്വേജ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു കറക്റ്റ് ലാംഗ്വേജാണ്, ഫോർമലാണ്, സ്റ്റാൻഡേർഡ് ലാംഗ്വേജ് ആണെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ അതുകൊണ്ട് കറക്റ്റ് ലാംഗ്വേജ് ആയിരിക്കും. പിന്നെ ഈ സ്കൂൾ ലാംഗ്വേജ് നമ്മൾ റിട്ടൺ ഫോമിലും യൂസ് ചെയ്യുന്നത് സ്കൂൾ ലാംഗ്വേജാണ്. ഹോം ലാംഗ്വേജ് എന്ന് പറയുന്നത് നമ്മൾ സംസാരിക്കാൻ മാത്രമേ, സ്പീച്ച് എന്നുള്ളൊരു പർപ്പസിന് മാത്രമേ ഹോം ലാംഗ്വേജ് അല്ലെങ്കിൽ ഹോം ലാംഗ്വേജ് എന്ന് പറയുമ്പോൾ മദർ ടങ് ആണ്. അതിൽ തന്നെ ഇൻഫോർമൽ ആയിട്ട് യൂസ് ചെയ്യുന്ന മദർ ടങ് ആണ് നമ്മൾ പറയുന്നത്. അപ്പോൾ അത് റിട്ടൺ ഫോമിൽ നമ്മൾ യൂസ് ചെയ്യാറില്ല. എപ്പോഴും സ്കൂൾ ലാംഗ്വേജ് അല്ലെങ്കിൽ ഫോർമൽ ലാംഗ്വേജ് ആണ് റിട്ടൺ ഫോമിൽ യൂസ് ചെയ്യുന്നത്. പിന്നെ എഡ്യൂക്കേറ്റഡ് ക്ലാസ് ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്നത് സ്കൂൾ ലാംഗ്വേജ് അല്ലെങ്കിൽ ഫോർമൽ ലാംഗ്വേജ് ആണ്. പിന്നെ നമ്മളുടെ ഡിക്ഷണറീസ്, ബുക്സൊക്കെ നമ്മൾ റെഫർ ചെയ്യുകയാണെങ്കിൽ നമുക്കറിയാം സ്കൂൾ ലാംഗ്വേജ് എന്ന് പറയുന്നതും ഈ ഡിക്ഷണറിയിലെ ബുക്സിലെ ലാംഗ്വേജൊക്കെ എന്ന് പറയുന്നതൊക്കെ സെയിം ആയിരിക്കും. പിന്നെ പറയുകയാണെങ്കിൽ ഈ ഒരു സ്കൂൾ ലാംഗ്വേജ്, നമുക്ക് സ്കൂൾ ലാംഗ്വേജിൽ നമ്മൾ അത്ര ഫ്ലുവൻ്റ് ആണ് എന്നുണ്ടെങ്കിൽ നമുക്ക് സൊസൈറ്റിയിലൊരു ഹയർ സ്റ്റാറ്റസ് ഒക്കെ ഉണ്ടായിരിക്കും എന്നാണ് പറയുന്നത്. അതായത് നമുക്ക് സൊസൈറ്റിയിൽ കുറച്ചുകൂടി സ്റ്റാൻഡേർഡായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനൊക്കെ ഉള്ളൊരു കേപ്പബിലിറ്റി സ്കൂൾ ലാംഗ്വേജ് നമുക്ക് തരും എന്നാണ് പറയുന്നത്. അപ്പോൾ ഇത്രയൊക്കെയാണ് സ്കൂൾ ലാംഗ്വേജും ഹോം ലാംഗ്വേജും. അപ്പോൾ എന്താണ് സ്കൂൾ ലാംഗ്വേജ് എന്ന് പഠിക്കണം, എന്താണ് ഹോം ലാംഗ്വേജ് എന്ന് പഠിക്കണം, തമ്മിലുള്ള ഡിഫറൻസ് പഠിക്കണം. നോട്ട്സ് ഞാൻ PDF ആയിട്ട് തരാം. അപ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടെ അത് വായിച്ച് നോക്കുമ്പോൾ കുറച്ചുകൂടെ ക്ലിയർ ആയിരിക്കും. അടുത്ത നമ്മളുടെ ടോപ്പിക് എന്ന് പറയുന്നത് ഫസ്റ്റ് ഓർ സെക്കൻഡ് ലാംഗ്വേജ് ലേണേഴ്സ് ആൻഡ് ദ ലാംഗ്വേജ് യൂസ്ഡ് ഇൻ ടീച്ചിങ് ദ സബ്ജക്റ്റ് ഇഷ്യൂസ് ആൻഡ് ചലഞ്ചസ്. അപ്പോൾ ആദ്യം ഫസ്റ്റ് ലാംഗ്വേജ് എന്താണ്, സെക്കൻഡ് ലാംഗ്വേജ് എന്താണെന്ന് നോക്കാം. അതിനുശേഷം സബ്ജക്റ്റ് ടീച്ചിങ്ങിൽ വരുന്ന ഇഷ്യൂസും ചലഞ്ചസും എന്താണെന്ന് നോക്കാം. അപ്പോൾ ആദ്യം എന്താണ് ഫസ്റ്റ് ലാംഗ്വേജ്? ഫസ്റ്റ് ലാംഗ്വേജ് എന്ന് പറയുമ്പോൾ ഒരു പേഴ്സൺ, അയാൾ ഏറ്റവും ആദ്യം പഠിക്കുന്ന ലാംഗ്വേജ് ആയിരിക്കും ഫസ്റ്റ് ലാംഗ്വേജ്. ദ ലാംഗ്വേജ് എ പേഴ്സൺ ലേൺ ഫസ്റ്റ് പഠിക്കുന്ന ലാംഗ്വേജ്. അപ്പോൾ അത് നമുക്ക് അറിയാം, ഏറ്റവും ആദ്യം നമ്മൾ പഠിക്കുന്ന ലാംഗ്വേജ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ മദർ ടങ് ആണ്, അല്ലെങ്കിൽ ഹോം ലാംഗ്വേജ് ആയിരിക്കും നമ്മുടെ ഫസ്റ്റ് ലാംഗ്വേജ്, അല്ലെങ്കിൽ നമുക്ക് പറയാം നേറ്റീവ് ലാംഗ്വേജ് എന്ന്. അപ്പോൾ ഫസ്റ്റ് ലാംഗ്വേജിന് നമുക്ക് ഹോം ലാംഗ്വേജ്, മദർ ടങ്, നേറ്റീവ് ലാംഗ്വേജ് എന്നൊക്കെ പറയാനായിട്ട് സാധിക്കും. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മൾ കേരളൈറ്റ്സിൻ്റെ ഫസ്റ്റ് ലാംഗ്വേജ് എന്ന് പറയുന്നത് നമ്മുടെ മദർ ടങ് മലയാളമാണ്. ഇനി എന്തായിരിക്കും സെക്കൻഡ് ലാംഗ്വേജ്? ഫസ്റ്റ് ലാംഗ്വേജ് എന്ന് പറയുന്നത് ഫസ്റ്റ് പഠിക്കുന്ന ലാംഗ്വേജ് ആണെങ്കിൽ സെക്കൻഡ് ലാംഗ്വേജ് എന്ന് പറയുന്നത് ദ ലാംഗ്വേജ് എ പേഴ്സൺ ലേൺ ആഫ്റ്റർ ദി ഫസ്റ്റ് ലാംഗ്വേജ്. അപ്പോൾ ഫസ്റ്റ് ലാംഗ്വേജ് പഠിച്ചതിന് ശേഷം അല്ലെങ്കിൽ ഫസ്റ്റ് ലാംഗ്വേജ്
അല്ലാതെ ഒരു വ്യക്തി പഠിക്കുന്ന അടുത്ത ലാംഗ്വേജാണ് സെക്കൻഡ് ലാംഗ്വേജ്. അപ്പോൾ മദർ ടങ്ക് കൂടാതെ നമ്മുടെ കമ്മ്യൂണിക്കേഷൻ പർപ്പസിനൊക്കെ നമ്മൾ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്ന ലാംഗ്വേജ്. അപ്പോൾ നമ്മൾ ഇന്ത്യയിൽ സെക്കൻഡ് ലാംഗ്വേജ് എന്ന് പറയുന്നത് ഇംഗ്ലീഷാണ്. പിന്നെ ഒരു കാറ്റഗറിയും കൂടി ഉണ്ട്, നമ്മളുടെ സിലബസിൽ ഇല്ല എങ്കിലും പറയുകയാണ് ഫോറിൻ ലാംഗ്വേജ്. ഫോറിൻ ലാംഗ്വേജ് എന്ന് പറഞ്ഞാൽ ദ ലാംഗ്വേജ് യൂസ്ഡ് എബ്രോഡ്, അതായത് പുറത്തുള്ള രാജ്യങ്ങളിലൊക്കെ യൂസ് ചെയ്യുന്ന ലാംഗ്വേജാണ് ഫോറിൻ ലാംഗ്വേജ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളുടെ നേറ്റീവ് കൺട്രിയിൽ, അതായത് നമ്മളുടെ കൺട്രിയിൽ ഈ ഒരു ഫോറിൻ ലാംഗ്വേജിന് വലിയ ചാൻസസ് ഒന്നുമില്ല. പിന്നെ ഇതിന് പിന്നെ ഉള്ളൊരു നമുക്ക് വേണമെങ്കിൽ ഒരു പർപ്പസ് എന്ന് പറയാവുന്നത്, നമ്മൾ ഫോറിൻ കൺട്രീസിൽ എബ്രോഡൊക്കെ പോകുമ്പോൾ നമുക്കവിടെ എംപ്ലോയ്മെൻറ്റ് പർപ്പസിനൊക്കെ യൂസ് ചെയ്യേണ്ടി വരും. അങ്ങനെ ഒരു പർട്ടിക്കുലർ എയിം വെച്ചിട്ട് നമ്മൾ ഫോറിൻ ലാംഗ്വേജസ് പഠിക്കും. പിന്നെ ഒരു എയിം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ടൂറിസം റിലേറ്റഡ് ആയിട്ട് നമുക്ക് ടൂറിസ്റ്റ് ഗൈഡ്സ് ഒക്കെ ആയിട്ട് വർക്ക് ചെയ്യണമെങ്കിലൊക്കെ നമുക്ക് അത് എംപ്ലോയ്മെൻറ്റ് പർപ്പസാണ്. അപ്പോൾ ടൂറിസ്റ്റുകളെ ഗൈഡ് ചെയ്യുന്നതിനൊക്കെ നമ്മൾ ഫോറിൻ ലാംഗ്വേജ് പഠിക്കും. അപ്പോൾ അവിടെയൊക്കെ നമുക്കൊരു എയിമുണ്ട്, എംപ്ലോയ്മെൻറ്റ് പർപ്പസ് എന്നുള്ളൊരു എയിം. ഫസ്റ്റ് ലാംഗ്വേജ് എന്ന് പറയുന്നത് നമ്മൾ പർപ്പസ്ഫുള്ളി പഠിക്കുന്നതല്ല, പക്ഷെ അത് നമ്മൾ അൺകോൺഷ്യസ് ആയിട്ട് തന്നെ നമ്മൾ പഠിക്കുന്ന ഒന്നാണ്. സെക്കൻഡ് ലാംഗ്വേജ് എന്ന് പറയുന്നത് നമ്മൾ കുറച്ചുകൂടെ കോൺഷ്യസ് ആയിട്ട് പഠിക്കുന്ന ഒന്നാണ്. ഫോറിൻ ലാംഗ്വേജ് നമ്മളൊരു ഇൻറ്റൻഷൻ വെച്ചുകൊണ്ട് പഠിക്കുന്ന ഒന്നാണ്. അപ്പോൾ ഇതൊക്കെയാണ് ലാംഗ്വേജ്, സെക്കൻഡ് ലാംഗ്വേജ് ആൻഡ് ഫോറിൻ ലാംഗ്വേജ്. ഇനി ഫസ്റ്റ് ലാംഗ്വേജ് എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞു നാച്ചുറലായിട്ട് നമ്മൾ പഠിക്കുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് പറയാം ഫസ്റ്റ് ലാംഗ്വേജ് ഇൻസ്റ്റിങ്ക്റ്റ് ആണ്. പിന്നെ നമ്മൾ പെട്ടെന്ന് പഠിക്കും. ഫസ്റ്റ് ലാംഗ്വേജ് നമ്മൾ പ്രത്യേകിച്ച് എഫേർട്ടൊന്നും എടുക്കാതെ പെട്ടെന്ന് പഠിക്കുന്ന ഒന്നായതുകൊണ്ട് നമുക്ക് പറയാം ഇറ്റ് ഈസ് റാപ്പിഡ് എന്ന് പറയാം. പിന്നെ നമ്മൾ ഏറ്റവും ബെസ്റ്റായിട്ട് യൂസ് ചെയ്യുന്ന ഒരു ലാംഗ്വേജ് ആയിരിക്കും ഫസ്റ്റ് ലാംഗ്വേജ്, അതുകൊണ്ട് നമുക്ക് പറയാം ഇറ്റ് ഈസ് കംപ്ലീറ്റ് എന്ന്. പിന്നെ ലാസ്റ്റ് വരുന്ന ക്യാരക്ടറിസ്റ്റിക്സ്, ഫസ്റ്റ് ലാംഗ്വേജിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയുന്നത് ഇറ്റ് ഡസ് നോട്ട് റിക്വയർ ഇൻസ്ട്രക്ഷൻ. അതായത് നമുക്ക് ഫസ്റ്റ് ലാംഗ്വേജ് പഠിക്കാൻ പ്രത്യേകിച്ച് ആരുടെയും ഇൻസ്ട്രക്ഷൻ ഒന്നും വേണ്ട, നമ്മളത് ഇമിറ്റേഷനിലൂടെയൊക്കെ പഠിക്കുകയാണ്. റെപ്പറ്റീഷൻ ഇമിറ്റേഷനിലൂടെയൊക്കെ പഠിക്കും. മറ്റ് അഡൽട്ട്സൊക്കെ പറയുന്ന നമ്മുടെ പേരൻസ്, ഫാമിലി മെമ്പേഴ്സ് ഒക്കെ പറയുന്നത് കേട്ട് നമ്മളത് ഇമിറ്റേറ്റ് ചെയ്ത് പഠിക്കുകയാണ് ചെയ്യുന്നത്. അതൊരു കോൺഷ്യസ് പ്രോസസ്സ് അല്ല, അൺകോൺഷ്യസ് ആയിട്ട് നമ്മൾ അറിയാതെ തന്നെ നമ്മളത് പഠിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇത്രയൊക്കെയാണ് ഫസ്റ്റ് ലാംഗ്വേജും സെക്കൻഡ് ലാംഗ്വേജിനെയും കുറിച്ച് പറയാനുള്ളത്. ഇനി അടുത്ത ടോപ്പിക് എന്ന് പറയുന്നത് ലാംഗ്വേജ് യൂസ്ഡ് ഇൻ ടീച്ചിങ് സബ്ജക്ട്സ്. അതായത് സബ്ജക്ട്സ് പഠിപ്പിക്കുമ്പോൾ ലാംഗ്വേജ് ഉണ്ടാക്കുന്ന ഇഷ്യൂസ്, ചലഞ്ചസ്, അതൊക്കെ എന്തൊക്കെയാണ് നമുക്ക് നോക്കാം. അതൊക്കെ നമുക്ക് തനിയെ ചിന്തിച്ച് എഴുതാവുന്നൊരു കാര്യങ്ങളേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ സെക്കൻഡ് ലാംഗ്വേജ് ലേണിംഗ് പ്രോപ്പർ അല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് ഇഷ്യൂസ് നമ്മുടെ ക്ലാസ് റൂംസിൽ ഫേസ് ചെയ്യേണ്ടി വരും, ടീച്ചറിനും കുട്ടികൾക്കൊക്കെ ഫേസ് ചെയ്യേണ്ടി വരും. അപ്പോൾ എന്തൊക്കെയാണ് ആ ഒരു ഇഷ്യൂസ് നമുക്ക് നോക്കാം. ഒന്നാമത്തെ അണ്ടർസ്റ്റാൻഡിങ് ഇഷ്യൂസാണ്. ടീച്ചർ പറയുന്നത്, എക്സ്പ്ലെയിൻ ചെയ്യുന്നത് സെക്കൻഡ് ലാംഗ്വേജിൽ ഒരു കാര്യം ക്ലാസ്സിൽ എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ കുട്ടികൾക്കത് പെട്ടെന്ന് മനസ്സിലാവണമെന്നില്ല, അങ്ങനെ ഒരു ഇഷ്യൂ വരാം. പിന്നെ ചില സമയങ്ങളിൽ ചില സിറ്റുവേഷൻസിൽ കുട്ടികൾക്ക് തോന്നാൻ ടീച്ചർ വളരെ ഫാസ്റ്റായിട്ട് പറഞ്ഞു പോകുന്നു, എക്സ്പ്ലെയിൻ ചെയ്തു പോകുന്നു. അവിടെ അണ്ടർസ്റ്റാൻഡിങ് തന്നെയാണ് മെയിൻ ഇഷ്യൂ. പിന്നെ ചിലപ്പോൾ ടീച്ചർ ഒന്നിലധികം ഇൻസ്ട്രക്ഷൻസ് ഒരുമിച്ച് അങ്ങ് പറഞ്ഞു പോകുമ്പോൾ കുട്ടികൾക്ക് ആ പല ഇൻസ്ട്രക്ഷൻസ് ഒറ്റ സ്ട്രെച്ചിൽ പറഞ്ഞു പോകുമ്പോൾ അത് കറക്റ്റായിട്ട് ഫോളോ ചെയ്ത് പോകാനായിട്ട് പറ്റില്ല, അവർക്കൊരു കൺഫ്യൂഷനൊക്കെ ഉണ്ടാവും അവിടെ. അതും അണ്ടർസ്റ്റാൻഡിങ് ഇഷ്യൂ ആണ്. പിന്നെ സെക്കൻഡ് ലാംഗ്വേജ് പ്രോപ്പറായിട്ട് ലേൺ ചെയ്യാത്തതുകൊണ്ട് ഉണ്ടാകുന്ന മറ്റൊരു ഇഷ്യൂ ആണ് റൈറ്റിങ്ങിൻ്റെ ടൈമിൽ. അതായത് എക്സാമൊക്കെ എഴുതുന്ന സമയത്ത് അവരുടെ മനസ്സിൽ അവർക്ക് ആൻസർ ഉണ്ടായിരിക്കും, പക്ഷേ അവർക്കത് എക്സാം പേപ്പറിൽ എഴുതാനായിട്ട് ഇഷ്യൂസ് ഉണ്ടാകും. പിന്നെ ഇപ്പോൾ മാത്തമാറ്റിക്സിൻ്റെ കാര്യമൊക്കെ പറയുകയാണെങ്കിൽ നമ്മൾ ബേസിക് ആയിട്ടുള്ള പ്രോബ്ലംസ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അഡീഷൻ, മൾട്ടിപ്ലിക്കേഷൻ, സബ്സ്ട്രാക്ഷൻ അതൊക്കെ പഠിക്കുമ്പോൾ നമ്മളവിടെ അഡീഷൻ്റെയും മൾട്ടിപ്ലിക്കേഷൻ്റെയും സബ്സ്ട്രാക്ഷൻ്റെയൊക്കെ ആ ഒരു സിമ്പൽ അവിടെ കൊടുക്കുമ്പോൾ കുട്ടികൾക്ക് മനസ്സിലാവും, ഇത് അഡീഷനാണ്, ഇത് സബ്സ്ട്രാക്ഷനാണ് എന്നൊക്കെ മനസ്സിലാവും. അപ്പോൾ പ്രൈമറി ക്ലാസ്സസിൽ കുട്ടികൾ അങ്ങനെ വരുമ്പോൾ മാത്സൊക്കെ നന്നായിട്ട് ചെയ്യും. പക്ഷേ ഹയർ ക്ലാസ്സസിലോട്ട് വരുമ്പോൾ അവിടെ വേർഡ് പ്രോബ്ലംസ് വരും. അതായത് ക്വസ്റ്റ്യൻ ഒരു വേർഡ് ഫോമിലായിരിക്കും, അല്ലെങ്കിൽ സെൻറ്റൻസ് ഫോമിൽ വരുമ്പോൾ കുട്ടികൾക്ക് അത് കോംപ്രിഹെൻഡ് ചെയ്യാൻ, അത് വായിച്ചു മനസ്സിലാക്കി അതിൻ്റെ ഉത്തരം കണ്ടുപിടിക്കാനായിട്ട് ബുദ്ധിമുട്ടുണ്ടാകും. അത് വലിയൊരു ഇഷ്യൂ ആണ്.
അത് സയൻസിൽ മാത്രമല്ല എല്ലാ സബ്ജക്ട്സിലും ഉണ്ടാകുന്നൊരു ഇഷ്യൂ ആണ്. എക്സാമിനൊക്കെ ക്വസ്റ്റ്യൻസ് കുട്ടികൾക്ക് വായിച്ച് കോംപ്രിഹെൻഡ് ചെയ്ത് മനസ്സിലാക്കിയെടുത്ത് അതിൻ്റെ ഉത്തരം ഇന്നതാണ് എന്ന് കണ്ടുപിടിക്കാനുള്ള ബുദ്ധിമുട്ട് അതുണ്ടാവും. പിന്നെ പുതിയ പുതിയ വേർഡ്സ് നമ്മളുടെ ഓരോ സബ്ജക്ട്സിലും പഠിക്കും അല്ലേ. ഇപ്പോൾ ഏത് സബ്ജക്റ്റ് എടുത്താലും ഓരോ ദിവസം എന്തെങ്കിലുമൊക്കെ പുതിയ പുതിയ വേർഡ്സ് പഠിക്കും. അപ്പോൾ അങ്ങനെയുള്ള പുതിയ വേർഡ്സ് അവർക്ക് പെട്ടെന്ന് ക്യാച്ച് ചെയ്യാനുള്ള ബുദ്ധിമുട്ട്, അതിൻ്റെ പ്രൊനൗൺസിയേഷൻ കറക്റ്റ് മനസ്സിലാക്കാനുള്ള ബുദ്ധിമുട്ട്, അത് ഓർത്തിരിക്കാനുള്ള ബുദ്ധിമുട്ട്, അങ്ങനെ കുറേ ഇഷ്യൂസ് ഉണ്ടാവും. പിന്നെ ടീച്ചർ ക്ലാസ്സിൽ ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ അവർക്ക് ഒരു ക്ലാസ്സിൽ എല്ലാവരുടെയും മുന്നിൽ ആൻസർ പറയാനുള്ളൊരു ബുദ്ധിമുട്ട്. ഈ ഒരു സിറ്റുവേഷനിലും കുട്ടികൾക്ക് ആൻസർ അറിയായിരിക്കും, പക്ഷെ അവർക്ക് ഒരു ഹോൾ ക്ലാസ്സിൻ്റെ മുന്നിൽ എഴുന്നേറ്റ് നിന്ന് ആൻസർ പറയാൻ ബുദ്ധിമുട്ട്. ചില കുട്ടികൾക്ക് ടീച്ചർ ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ ടീച്ചർ എന്നോട് ചോദിക്കില്ലേ അല്ലെങ്കിൽ ടീച്ചർ എന്നെ വിളിക്കല്ലേ എന്ന് പ്രാർത്ഥിച്ചിരിക്കുന്ന ചില കുട്ടികളുണ്ട്. അപ്പോൾ അതൊക്കെ ഈ ഒരു സബ്ജക്റ്റ് ക്ലാസ്സിൽ ലാംഗ്വേജ് ഉണ്ടാക്കുന്ന ഒരു ഇഷ്യൂ ആണ്. ലാംഗ്വേജ് മാത്രമല്ല ഈ ഒരു ഇഷ്യൂസ് ക്രിയേറ്റ് ചെയ്യുന്നത്, പക്ഷേ ലാംഗ്വേജ് ബേസിൽ വരുന്ന ഒരു ഇഷ്യൂ കൂടിയാണ് ഇതെല്ലാം. ഇനി ഈ ഇഷ്യൂസ് കൂടാതെ നമ്മളിപ്പോൾ ഇൻഡക്ഷനും ഇൻറ്റേൺഷിപ്പും ഒക്കെ ചെയ്തപ്പോൾ നമ്മൾ കുറേ കുട്ടികളെ നമ്മളുടെ മുന്നിൽ നമ്മൾ അവരുടെ പല ഇഷ്യൂസ് നമ്മൾ ഫേസ് ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് ഈ ഒരു കൂടെ ആഡ് ചെയ്ത് ചേർക്കാവുന്നതാണ്. ഇനി നമുക്ക് ഇങ്ങനെയുള്ളൊരു സിറ്റുവേഷനിൽ എന്തൊക്കെ ചലഞ്ചസ് ആണ് ഉണ്ടാവുക എന്ന് നോക്കാം. പിന്നെയും ഇഷ്യൂസ് എന്തൊക്കെയാണെന്ന് വെച്ചാൽ ചിലപ്പോൾ അവർക്ക് നമ്മൾ ടീച്ചർ കൊടുക്കുന്ന ഓറൽ ഇൻസ്ട്രക്ഷൻസ് ഫോളോ ചെയ്യാൻ പറ്റാതെ വരിക. ടീച്ചർ ഒരു കാര്യം തന്നെ ഒരു പ്രാവശ്യം പറഞ്ഞു പിന്നെ അത് റീവേർഡ് ചെയ്ത് പല പല രീതിയിൽ പറഞ്ഞ് മനസ്സിലാക്കേണ്ട സിറ്റുവേഷൻസ് വരാം. പിന്നെ ക്വസ്റ്റ്യൻ ഒക്കെ കുട്ടികൾക്ക് വായിച്ച് മനസ്സിലാക്കാൻ, അല്ലെങ്കിൽ ടീച്ചർ ഒരു ക്വസ്റ്റ്യൻ പറയുമ്പോൾ അത് കുട്ടികൾക്ക് ലിസൺ ചെയ്തിട്ട് കോംപ്രിഹെൻഡ് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടായിരിക്കാം. പിന്നെ റീഡിങ്ങിലും ലിസ്ണിങ്ങിലും സ്പീക്കിങ്ങിലും റൈറ്റിങ്ങിലൊക്കെ പല രീതിയിലുള്ള ഡിഫിക്കൽട്ടീസ് നമ്മളുടെ ക്ലാസ് റൂംസിൽ കാണുന്ന കുട്ടികൾ ഫേസ് ചെയ്യുന്ന ഇഷ്യൂസ് അതെല്ലാം ഇതിൽ വരും. പിന്നെ പറയുകയാണെങ്കിൽ കുട്ടികൾ അവർക്ക് അവരുടെ ഉള്ളിൽ ഒരു ക്വസ്റ്റ്യൻ നമ്മൾ ചോദിച്ചാൽ അതിനെക്കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ അവർക്ക് അറിയായിരിക്കും, പക്ഷെ അത് അവർക്ക് എക്സ്പ്രസ് ചെയ്യാനായിട്ട് സ്പീച്ചിലൂടെ അല്ലെങ്കിൽ റിട്ടൺ ഫോമിലൂടെ അത് എക്സ്പ്രസ് ചെയ്യാനായിട്ട് ഒരുപാട് ബുദ്ധിമുട്ടുകൾ കുട്ടികൾ ഫേസ് ചെയ്യും. പിന്നെ ചിലപ്പോൾ അവർ എന്തെങ്കിലും ഒരു ക്വസ്റ്റ്യൻ ആൻസർ ജസ്റ്റ് പഠിച്ച് വെച്ചിട്ടുണ്ടായിരിക്കും, പക്ഷേ അതൊന്ന് എലാബറേറ്റ് ചെയ്യാനായിട്ട് അവർക്കറിയില്ല. അവർക്ക് ആ ചോദിച്ച ആ കറക്റ്റ് ആൻസർ മാത്രമേ ചിലപ്പോൾ എഴുതാനായിട്ട് കഴിയൂ. എലാബറേറ്റ് ചെയ്ത് എഴുതാനുള്ളൊരു എബിലിറ്റി അവർക്ക് കുറവായിരിക്കും. പിന്നെ നമ്മൾ ഒരു വേർഡിന് തന്നെ പല സിനണിംസ് ഉണ്ട്, അതായത് പര്യായ പദങ്ങളുണ്ട്. അപ്പോൾ അങ്ങനത്തെ പര്യായ പദങ്ങൾ അല്ലെങ്കിൽ സിനണിംസ് ഒന്നും അവർക്ക് അത്ര ഫെമിലിയർ അല്ലാത്തതുകൊണ്ട് ഒരു വേർഡ് തന്നെ ഒരു ക്വസ്റ്റ്യനിൽ പലതവണ റിപ്പീറ്റ് ചെയ്യുക, അല്ലെങ്കിൽ ഇപ്പോൾ ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യുന്ന സമയത്ത് അത് ഓറൽ ആയിക്കോട്ടെ റിട്ടൺ ആയിക്കോട്ടെ സെയിം വേർഡ് തന്നെ റിപ്പീറ്റ് ചെയ്ത് യൂസ് ചെയ്യുക, അങ്ങനെയുള്ള ഇഷ്യൂസൊക്കെ ഒരുപാട് നമുക്ക് ലാംഗ്വേജ് ക്ലാസ്സിലും സബ്ജക്റ്റ് ക്ലാസ് റൂംസിലും കാണാനായിട്ട് സാധിക്കും. അപ്പോൾ അതൊക്കെയാണ് മെയിനായിട്ടും ഇഷ്യൂസ് വരുന്നത്. ഇനി നമുക്ക് എന്തൊക്കെ ചലഞ്ചസ് ആണ് വരുന്നതെന്ന് നോക്കാം. ഒന്നാമത്തെ ചലഞ്ച് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം, ഒരു സബ്ജക്റ്റ് ക്ലാസ് റൂം, മെയിനായിട്ട് നമ്മൾ സബ്ജക്റ്റിനെ ബേസ് ചെയ്താണ് പറയുന്നത്. സബ്ജക്റ്റ് ക്ലാസ് റൂമിൽ സബ്ജക്റ്റും ലാംഗ്വേജും കൂടി ഒരുപോലെ ടീച്ചർ കൈകാര്യം ചെയ്ത് പോകുക എന്ന് പറയുമ്പോൾ ടീച്ചറിന് അവിടെ എഫേർട്ട് കൂടുതലാണ്. അത് ടീച്ചറിനെ സംബന്ധിച്ചൊരു ചലഞ്ചാണ്. ലാംഗ്വേജും കണ്ടൻറ്റും ഒരുപോലെ കുട്ടികളെ മനസ്സിലാക്കിക്കൊണ്ട് പോകുക എന്നുള്ളത് ഒരു ചലഞ്ചാണ്. പിന്നെ കറക്റ്റ് പ്രൊനൗൺസിയേഷൻ, സൗണ്ട്സ്, ഇതൊക്കെ കുട്ടികൾ മനസ്സിലാക്കി കൊടുക്കുക എന്നുള്ളത്. അതുപോലെ തന്നെ ഇപ്പോൾ ഓഡിറ്ററി ഡിസ്ക്രിമിനേഷനൊക്കെ കറക്റ്റായിട്ട് മനസ്സിലാക്കി കൊടുക്കുക. അതായത് ചില വേർഡ്സ് ഉണ്ട്, സൈറ്റ് അതായത് CIT സൈറ്റും ഉണ്ട്, SIT സൈറ്റും ഉണ്ട് അല്ലേ. അപ്പോൾ അങ്ങനത്തെ SIGHT സൈറ്റുണ്ട്. അപ്പോൾ അങ്ങനെ ഒരേ സൗണ്ട്സിൽ വരുന്ന ഡിഫറെൻറ്റ് വേർഡ്സ് ഉണ്ട്. സ്പെല്ലിങ് ഡിഫറെൻ്റ് ആയിരിക്കും, പക്ഷേ അതിൻ്റെ സൗണ്ട്സ് ഏകദേശം ഈക്വൽ ആയിരിക്കും. അപ്പോൾ അങ്ങനത്തെ വേർഡ് ഡിസ്ക്രിമിനേഷൻ, അതായത് ഓഡിറ്ററി ഡിസ്ക്രിമിനേഷനൊക്കെ, അതൊക്കെ ഭയങ്കര ഒരു ചലഞ്ചാണ് ഒരു സബ്ജക്റ്റ് ക്ലാസ് റൂമിൽ. അപ്പോൾ ലാംഗ്വേജ് ക്ലാസ് റൂമിലാണെങ്കിൽ നമ്മൾ അതാണ് പഠിപ്പിക്കുന്നത്, അപ്പോൾ അതിനെ മാത്രം നമുക്ക് കോൺസെൻട്രേറ്റ് ചെയ്താൽ മതി. പക്ഷേ ഒരു സബ്ജക്റ്റ് ക്ലാസ് റൂമിനെ സംബന്ധിച്ചിട്ട് ഈ പറഞ്ഞ ഫോണിക്സ്, ഫോണീമിക് അവയർനെസ്, അതായത് സൗണ്ട്സ്, അതിനെക്കുറിച്ചുള്ള അവയർനെസ്, ഓഡിറ്ററി ഡിസ്ക്രിമിനേഷൻ, പിന്നെ മോർഫോളജി, സിൻടാക്സ്, അതായത് വേർഡ് ഫോം, സെൻറ്റൻസ് സ്ട്രക്ചർ, സെമാൻറ്റിക്സ്, വേർഡ് മീനിങ്സ്, അതുപോലെ ഡിസ്കോഴ്സസ്, അതായത് റിട്ടണും സ്പോക്കണുമായിട്ടുള്ള ആക്ടിവിറ്റീസ്, ക്ലാസ് റൂം ആക്ടിവിറ്റീസ്,
ഇതെല്ലാം ഒരു കണ്ടൻറ്റ് പഠിപ്പിക്കുന്നതിനൊപ്പം തന്നെ കുട്ടികളിൽ ഈ കാര്യങ്ങളെല്ലാം മനസ്സിലാക്കി കൊടുത്ത് കൊണ്ടുപോവുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വലിയൊരു ചലഞ്ചാണ് അല്ലേ. അപ്പോൾ ടീച്ചറിന് ഇവിടെ ഒരുപാട് റോള് ടീച്ചറിന് ചെയ്യേണ്ടി വരും. ഒരു ലാംഗ്വേജ് ടീച്ചറിൻ്റെ, ഒരു സബ്ജക്റ്റ് ടീച്ചറിൻ്റെ റോള്, അതുപോലെ തന്നെ ഈ ആക്ടിവിറ്റീസ് എല്ലാം അത് കോർഡിനേറ്റ് ചെയ്യണം, അതെല്ലാം ടീച്ചർ തന്നെ എല്ലാം ചെയ്ത് തീർക്കണം. അപ്പോൾ ടീച്ചറിനെ സംബന്ധിച്ച് അത് വലിയൊരു ചലഞ്ചാണ്. കുട്ടികളെ സംബന്ധിച്ചിട്ടാണെങ്കിലും ഒരുപാട് കാര്യങ്ങൾ പഠിക്കേണ്ടി വരുന്നു. സബ്ജക്റ്റ്, അതായത് കണ്ടൻറ്റ് പഠിക്കണം, അതിൽ വരുന്ന ലാംഗ്വേജ് എലമെൻറ്റ്സ് പഠിക്കണം. അപ്പോൾ അതൊക്കെ കുട്ടികളെ സംബന്ധിച്ചും ടീച്ചറെ സംബന്ധിച്ചും വലിയൊരു ചലഞ്ചാണ്. അപ്പോൾ ഇതൊക്കെയാണ് മെയിനായിട്ട് ചലഞ്ചസിൽ വരുന്നത്. നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ ഇതെല്ലാം സെപ്പറേറ്റ് പോയിൻറ്റ്സ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. ഞാനെല്ലാം കൂടെ ഒരുമിച്ച് പറഞ്ഞു എന്ന് മാത്രം. അപ്പോൾ നിങ്ങൾക്ക് എക്സാമിന് ചോദിക്കുമ്പോൾ അത് പോയിൻറ്റ്സ് ആയിട്ട് എഴുതാം.